ഹായ്. അപ്പോൾ നമുക്കിന്ന് പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് ഒരു ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ഒരു ചെറിയൊരു പേന, ഒരു ഇത്രയും വലിപ്പമുള്ള ഒരു പേനയോ പെൻസിലോ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പൈപ്പ് ക്ലീനേഴ്സ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം റോൾ ചെയ്യാം. 1 2 3 4 ആൻഡ് 5. നമുക്കിപ്പോൾ 5 ടൈം നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ഓൾറെഡി ഇവിടെ പിടിച്ചിട്ടുള്ള ഈ ഒരു ബാലൻസ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് അതിങ്ങനെ ഊരിയെടുക്കാം. ആ പെന്നിൽ നിന്ന് ആ പൈപ്പ് ക്ലീനേഴ്സ് നമുക്ക് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരിത് കിട്ടും. അതിനുശേഷം നമുക്ക് ഈ വലിയ ബാലൻസ് ഉള്ള ഈ പൈപ്പ് ക്ലീനേഴ്സിൻ്റെ ആ ഒരു അറ്റം നമുക്ക് ഈ ഒരു നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടില്ലേ അതിൻ്റെ ഉള്ളിലേക്കൂടി എടുത്ത് പുറത്തേക്കൂടി ഇങ്ങനെ നമ്മൾ വലിച്ചു കൊടുക്കണം. കണ്ടോ? വലിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെയായി. എന്നിട്ട് അത് ഇപ്പുറത്തെ വശത്ത് നമ്മൾ കൊണ്ടുവന്നിട്ട് ഓൾറെഡി ബാലൻസ് ഉള്ള പൈപ്പ് ക്ലീനേഴ്സുമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ വന്നു. അതിനുശേഷം നമ്മൾ ഓരോ ഇതളായിരിക്കും, ഇത് ഫ്ലവറിൻ്റെ ഇതളായിട്ടാണ് ഇത് വരുന്നത്. അത് 1 2 3 4 5 5 ഇതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ജെൻ്റലായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അധികം പ്രഷർ കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു കമ്പിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അത് പെട്ടെന്ന് വളഞ്ഞു പോകും. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്തായിട്ടുള്ള ജെൻ്റലായിട്ട് മാത്രമേ അതിനെ നമ്മൾ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, the flower is ready.